Learning. It's me, your Andra May. So, കൂടുതൽ introduction ഒന്നും വേണ്ടാന്നുള്ളത് I know that, right? Okay, so today we are going to learn one of the most inspiring chapter of our textbook, The Summit Within. Right? Yes. Good evening everyone. അപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു intro കഴിഞ്ഞിട്ട് നിങ്ങൾ good evening reply ചെയ്യാന്ന് വിചാരിച്ചതാണ്. Yes, I can see your wishes. Good evening. So, എല്ലാവരും ready അല്ലേ? നമ്മുടെ The Summit Within എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ലിറ്ററേച്ചറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് അതേപോലെ തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മളെങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന അഹ്ലുവാലിയയുടെ എന്താണ് എവറസ്റ്റ് കീഴടക്കിയതിലെ യെസ് അദ്ദേഹത്തിന്റെ ആ ഒരു എവറസ്റ്റ് കീഴടക്കിയ ആ ഒരു അടിപൊളി എന്താ പറയുക ഇൻസ്പയറിംഗ് ആയ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ ഹോപ്പ് യു ഓൾ ആർ റെഡി ടു ലേൺ ദ ചാപ്റ്റർ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ എന്താണ് ചാപ്റ്റർ അഹ്ലുവാലിയെ കാണാനും അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് പഠിക്കാനും അല്ലെ എവറസ്റ്റ് കീഴടക്കിയ ദ സമ്മിറ്റ് അല്ലെ ദ സമ്മിറ്റ് വിതിൻ ആ ഒരു കഥ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ് റെഡിയാണ് അല്ലെ? യെസ് എല്ലാവരും അപ്പൊ റെഡിയാണ്. സോ വി നോ ദാറ്റ് അല്ലെ ആരെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്? നമ്മളെ ഇന്ത്യയിൽ എന്തുണ്ടാ ഇന്ത്യ എന്ത് ചെയ്തു ഒരു എവറസ്റ്റ് കീഴടക്കിയ ഒരു സംഘത്തെ എന്ത് ചെയ്തു അയച്ചു അല്ലെ? അപ്പൊ ആ ഒരു ടീമിലെ ഒരു മെമ്പറാണ് ആര്? നമ്മുടെ അഹ്ലുവാലിയ. അദ്ദേഹം എവറസ്റ്റ് എന്താണ് കയറുന്ന സമയത്തും കയറി കഴിഞ്ഞതിന് ശേഷം അതിനെ കീഴടക്കിയതിനു ശേഷം എന്താണ് അദ്ദേഹത്തിന് നമ്മൾ ഇന്ത്യക്കാരോടും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോടും ഈ ലോകത്തോട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നോക്കാം ഇവിടെ HPS അഹ്ലുവാലിയ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. Now we have a brief introduction here. ഇവിടെ നമുക്ക് എന്തുണ്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. Let me read that first, okay? അപ്പോ യെസ് എല്ലാവരും റെഡി അല്ലേ? നമുക്ക് തുടങ്ങല്ലേ? Yes. See, ഇവിടെ നോക്കൂ നിങ്ങൾ. Before you read, Major HPS Ahluwalia was a member of the first successful Indian expedition. നോക്കൂ ഇവിടെ ഇന്ത്യൻ എക്സ്പെഡിഷൻ നോക്കൂ ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ എവറസ്റ്റ് കീഴടക്കിയ ടീമിലുള്ള ഒരു മെമ്പർ ആയിരുന്നു ആര്? നമ്മുടെ അഹ്ലുവാലിയ. Now ഏത് ഇയർ ആണ് അവർ കീഴടക്കിയത്? In which year they climbed Everest? It happened in 1965. നമുക്കറിയാം ഈ 1965 എന്നൊക്കെ ഇയറിലെ ആ ഒരു ഇയർ ഒരുപാട് പ്രത്യേകതകൾ എന്തുണ്ട് ആ ലോകത്ത് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് 1965 എന്ന് പറഞ്ഞ ആ ഒരു വർഷം എന്താണ്? ഇറ്റ് വാസ് എ മൈൽ സ്റ്റോൺ. ഇന്ത്യയെ സംബന്ധിച്ചൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ബിക്കോസ് അന്ന് എന്താണ് ഇന്ത്യൻ എക്സ്പെഡിഷൻ ദ ടീം എന്ത് ചെയ്തു? They first conquered the Mount Everest. അന്ന് അവർ എന്ത് കീഴടക്കി? മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ടായിരുന്നു. How did he feel when he stood on the highest point in the world? അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. When the team they were standing, when they stood at the top of the world, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആ ഒരു പോയിന്റിൽ അവർ നിൽക്കുന്ന സമയത്ത് what did they feel? How did they feel? എന്താണ് അവർക്ക് ഫീൽ ചെയ്തത്? What did they feel? എന്താണ് അവർക്ക് ഫീൽ ചെയ്തത്? This is a very important question. ശരിക്കും നമ്മൾ ഏതൊരാളോട് എന്ത് അച്ചീവ്മെന്റ് കിട്ടിയാലും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് what do you feel? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? The same question is asked here. ആ സെയിം ചോദ്യം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തത് ചോദിച്ചിരിക്കുന്നത് അല്ലേ? Now let's see here. Let us hear this story in his words, climbing the summit and then the more difficult task of climbing the summit with him. So here we are going to learn two summits. അപ്പോൾ summit എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കീഴടക്കുക എന്നാണ്. So ഇവിടെ എന്താണ്? We had two summit, രണ്ട് തരം കീഴടക്കൽ. എന്തോ രണ്ട് കാര്യത്തെ കീഴടക്കുന്നതാണ് അഹ്ലുവാലിയ എന്ന് പറയുന്ന ആ ആൾക്ക് നമ്മളോട് നിങ്ങളോട് ലോകത്തോട് പറയാനുള്ളത്. So we will learn that. നമ്മൾ അത് എന്ത് ചെയ്യും? ചാപ്റ്റർ പഠിക്കും what are the two summits which he has to tell us. അദ്ദേഹത്തിന് പറയാനുള്ളത്. അതിനു മുൻപ് let me ask you one question. Who climbed Everest first? ആരാണ് ശരിക്കും ഫസ്റ്റ് എവറസ്റ്റ് കയറിയതും അതേപോലെ തന്നെ എവറസ്റ്റ് കീഴടക്കിയതും? Who conquered Everest first? ആരാണ്? Yes. ആരാണ്? Yes, we know that നമുക്കറിയാം it was എന്താണ് Edmund Hillary and Tenzing Norgay.
സോ ടെൻസിൻ നോക്കൂ ഇവിടെ എഡ്മണ്ട് ഹിലാരിയും അതേപോലത്തെ ടെൻസിൻ നോഗിയുമാണ് ആദ്യം എന്ത് ഫസ്റ്റ് ടൈം മൗണ്ട് എവറസ്റ്റ് അവർ കീഴടക്കിയത്. നമുക്കറിയാം അവരെ ഫസ്റ്റ് ടൈം എന്താണ് അറ്റംപ്റ്റ് തന്നെ എന്താണ് ദേ കുഡ് നോട്ട് വിൻ അല്ലെങ്കിൽ ദേ കുഡ് നോട്ട് കംപ്ലീറ്റ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിട്ടില്ല, ദേ കുഡ് നോട്ട് കംപ്ലീറ്റ്, ദേ കുഡ് നോട്ട് ക്ലൈംബ്, അവർക്ക് ചെയ്യാൻ പറ്റിട്ടില്ല. ഇദ്ദേഹത്തിന് എപ്പോഴും എന്താണ് പല സ്പീച്ച് പല പ്രസംഗത്തിലും എന്താണ് വി ഹാവ് ബീൻ ഹിയറിംഗ് ദാറ്റ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കാറുണ്ട് ഇദ്ദേഹം പറയുന്നത്. നമ്മുടെ എഡ്മണ്ട് ഹിലാരി പറയുന്നുണ്ട് ഓരോ പ്രാവശ്യം എവറസ്റ്റ് എന്താണ് കയറി എന്താണ് പകുതി എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് കയറുന്ന സമയത്ത് തിരിച്ചിറങ്ങുമ്പോ അതായത് മേലെ എത്താൻ കഴിയാതെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യും എവറസ്റ്റിനെ നോക്കിയിട്ട് എന്ത് പറയും നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും ഇദ്ദേഹം എപ്പോഴും ഇദ്ദേഹത്തിന്റെ മനസ്സിനോട് പറയാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം എവറസ്റ്റ് നോക്കിയിട്ട് സ്വയം പറയാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട്. സോ വൺ ഡേ ഐ വിൽ കോൺകർ യു, നെക്സ്റ്റ് ടൈം ഐ വിൽ കോൺകർ യു, നെക്സ്റ്റ് ടൈം ഐ വിൽ ബി there at the top. ഇദ്ദേഹം എന്ത് ചെയ്യും എപ്പോഴും ഇദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു എവറസ്റ്റ് നോക്കിയിട്ട് പറയാറുണ്ടായിരുന്നു. Is it clear? Yes. യെസ്. അപ്പൊ എന്താണ് അത് നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തിട്ടില്ല അത്ര ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ടും though it was a difficult task he was not എന്താണ് ലേസി അല്ലെങ്കിൽ എന്താണ് he was not lethargic ഒരു എനർജി ഇല്ലാത്തതുപോലെ അല്ലെങ്കിൽ he did not give up. അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. Now we are moving towards our hero. It is ആരാണ് none other than Mr. Ahluwalia അല്ലേ. ഇവിടെ നോക്കൂ നിങ്ങൾ എന്താണ് അദ്ദേഹം പറയുന്നത് of all the emotions which surged through me as I stood on the summit of Everest looking over miles of panorama below us, the dominant one I think was humility. So ഇത് എന്താണ് ഇപ്പൊ ഇവിടെ പറയുന്നത് നോക്കൂ ഇവിടെ. സോ ഇവിടെ കഥ തുടങ്ങുന്നതിൽ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞു തുടങ്ങുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര രസമായിട്ട് ഇദ്ദേഹം പറയുന്നത് ഭയങ്കര നമ്മൾ എന്ത് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇദ്ദേഹം എവറസ്റ്റ് തുടങ്ങാനുണ്ടായ കാര്യം മുതലോ തുടങ്ങിയത് മുതലോ ഒന്നുമല്ല അഹ്ലുവാലിയ നമ്മളോട് പറയുന്നത്. നമ്മളോട് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നതാണ് എപ്പോഴാണോ when I was standing at the top of the Everest, എവറസ്റ്റിന്റെ മേലെ നിൽക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഭയങ്കര കുളിരാ അല്ലേ. അഫ്കോഴ്സ് ഇറ്റ് ഹാപ്പൻസ്. എവറസ്റ്റിന്റെ മേലെ ഞാൻ നിന്ന സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ആവേശമാണ്. what is he going to say, എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്. സോ ഹിയർ ഇവിടെ നോക്കൂ of all the emotions which surged through me, ഞാൻ ആ സമയത്ത് when I was standing at the top of the Everest, all the emotions which surged through me, എനിക്കുണ്ടായ ഇമോഷൻസ് ഞാൻ അന്ന് ഫീൽ ചെയ്തത് എനിക്ക് അപ്പോൾ ഉണ്ടായ വികാരം എന്ന് പറയുന്നത് എന്താണ് on the summit of Everest, at the top of the Everest, എവറസ്റ്റിനെ കീഴടക്കി ഞാൻ ആ മൊമെന്റിൽ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് what was that, looking over miles of panorama below us, വിശാലമായിട്ട് പനോരമ എന്ന് പറയുന്നത് വിശാലമായിട്ട് കാണുന്നല്ലേ ആ ഒരു കാര്യം അതേ ഇങ്ങനെ ലോകം മുഴുവൻ എന്താണ് ചുറ്റി ഇങ്ങനെ കാണാല്ലേ വളരെ ചെറുതായിട്ട് വിശാലമായിട്ട് വിവിഡായിട്ട് എന്താണ് അദ്ദേഹം ഇങ്ങനെ കാണാണ്. The dominant one I think was humility. What was that? What was he feeling? എന്താണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്? You please say that. നിങ്ങൾ പറയണം what is meant by humility. എന്താണ് humility? You please say that. Yes, humility പറഞ്ഞ what we say in Malayalam. അഹങ്കാരമാണോ? Is it അഹങ്കാരം? No. It is vinayam le. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ് so when I was standing at the top of the mountain, ഞാൻ ആ മലന്റെ മേലെ എവറസ്റ്റ് കീഴടക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ ആകെ ഫീൽ ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് it was humility, വിനയമാണ്. നോക്കൂ ഇവിടെ the physical in me seemed to say thank God it's all over. However, instead of being jubilant there was a ting of sadness. Was it because I had already done the ultimate in climbing and there would be nothing higher to climb and all roads hereafter would lead down? So he was feeling happy, but at the same time he was confused, he was sad. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരേ സമയം സന്തോഷം ഒരേ സമയം വിഷമം വന്നത്? For happy, he was happy because he climbed Everest, the highest point of the world, the highest mountain of the world. ഇനി ഇതിൽ കൂടുതൽ എന്തില്ല ടോപ്പ് ആയിട്ടുള്ള സ്ഥലം ലോകത്ത് വേറെ ഇല്ല. And why he was feeling sad? എന്തുകൊണ്ടാണ് അഹ്ലുവാലിയക്ക് സാഡ് ആയത്? Because he was thinking he always wanted to try, he always wanted to climb up and again. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം കൂടുതൽ എന്ത് ചെയ്യണം he wanted to climb. പക്ഷെ എന്താണ് this was the last point. ഇനി എന്തില്ല എവറസ്റ്റിനെക്കാളും ഉയരം കൂടിയ ഒരു പർവ്വതം ഒരു മൗണ്ടൻ ഒരു ഹൈറ്റ് ഈ ലോകത്തില്. അപ്പൊ അത്
അതുകൊണ്ട് തന്നെ എന്താണ്, he was sad as well as എന്താണ്, he was happy. Now next thing നോക്കൂ, by climbing the summit of Everest you are overwhelmed by a deep sense of joy and thankfulness. It is a joy which lasts a lifetime. So they parayana, of course I was happy, of course it was joyful, of course it was content, happiness aanu. And what kind of happiness is that? Does the happiness, how much time it will last, etra kaalam nilanilkum ee sandosham nannu they parane, it will last for the lifetime. It will be there, that happiness, it will sink in me, it will be there till my last, it will be there throughout my life. In ജീവിതകാലം മുഴുവൻ എന്തുണ്ടാകും, ഈ പറയുന്ന ഹാപ്പിനെസ് അത് എൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ദാറ്റ് ഹാപ്പിനെസ് എന്താണ്, എൻ്റെ ഉള്ളിൽ എൻ്റെ ലൈഫ് ലോങ്, എൻ്റെ ജീവിതകാലം മുഴുവൻ എന്തുണ്ടാകും, ദാറ്റ് ഹാപ്പിനെസ് വിൽ ബി there. Now the experience changes you completely. This is very important. ഇനി അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്താണ്, that experience, climbing Mount Everest, climbing a mountain, ഒരു മല കയറുന്നതും, climbing Everest കയറുന്നതും, submitting Everest കീഴടക്കുന്നതും, that experience, ആ അനുഭവങ്ങൾ എന്താണ്, that will change you completely. നിങ്ങൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, ആ അനുഭവങ്ങൾ മാറ്റും. It will change you definitely, തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾ അത് പൂർണ്ണമായിട്ട് മാറ്റും. The man who has been to the mountains is never the same again. The man who has been to the mountains is never the same again. എന്താ അവിടെ പറയുന്നത്, ഒരു മൗണ്ടെയിനിൽ കയറുന്ന ആൾ, അല്ലെങ്കിൽ ഇതേപോലെ ഒരു മൗണ്ടെയിൻ സബ്മിറ്റ് ചെയ്ത ആള്, വലിയൊരു ഹൈറ്റ് കയറി കീഴടക്കിയ ഒരു മനുഷ്യൻ എന്താണ്, പിന്നീട് ഒരിക്കലും തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ ആ മൗണ്ടെയിൻ ഇറങ്ങി വരുന്ന സമയത്ത് he will not be the same person എന്നാണ് അഹ്ലുവാലി പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മളൊരു മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്യുമ്പോൾ we learn a lot of things. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമ്മുടെ കമ്പാനിയൻഷിപ്പ്, നമ്മുടെ എന്താണ്, നമ്മുടെ ഒരു വിക്ടറി, അത് നമ്മൾ ഫീൽ ചെയ്യും. ഹെൽപ്പിംഗ്, കെയറിംഗ്, ലവ്, ഹങ്ങർ, സ്ട്രഗിൾ, ബാരിയർ, ഒബ്സ്റ്റക്കിൾസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, we experience while we climb up. നമ്മൾ മേലോട്ട് കയറുമ്പോൾ we experience these all things along with us. But when we climb down after submitting the point, ആ പോയിന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത്, നമ്മൾ താഴേക്ക് തിരിച്ചിറങ്ങുന്ന സമയത്ത്, the man will be changing completely. The man would be changed completely. തീർച്ചയായിട്ടും ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ടാകും, അദ്ദേഹം മാറിപ്പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. Is it clear? എടാ, is it clear? ക്ലിയർ ആണോ? എല്ലാവരും പറയൂ. Yes? Yes or no? Yes. സെറ്റ് അല്ലേ? നമ്മൾ ഈ പറയുന്ന രണ്ട് ഭാഗം സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? Now, yes, okay, so let's move to the next next paragraph. As I look back at life after climbing Everest, I cannot help remarking about the other summit, the summit of the mind, no less formidable and no easier to climb. എന്താ അവിടെ പറയുന്നത്? As I look back at life after climbing Everest, I cannot help remarking about the other summit, the summit of the mind, no less formidable and no easier to climb. So when he looks back to his life, അദ്ദേഹം എവറസ്റ്റ് കീഴടക്കി കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു നോക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഫിസിക്കലി ഞാൻ എന്ത് ചെയ്തു, ഒരു മൗണ്ടെയിൻ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മൗണ്ടെയിൻ പർവ്വതം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കീഴടക്കി. ദാറ്റ് സമ്മിറ്റ് ഈസ് ഓവർ. പക്ഷേ വാട്ട് അബൌട്ട് മൈ സമ്മിറ്റ് ഓഫ് മൈൻഡ്, എന്റെ മനസ്സിനെ കീഴടക്കുക, എന്റെ മനസ്സിനെ കീഴടക്കുക എന്ന് പറയുന്നതിൽ വാട്ട് ഈസ് ദാറ്റ്, അതിൽ എന്താണ്? അപ്പൊ മനസ്സിനെ കീഴടക്കുക, നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ച്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട്, നമ്മൾ ഹാപ്പി ആയിട്ട്, നമ്മൾ കണ്ടന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ കീഴടക്കുക എന്ന് പറയുന്നത് അദ്ദേഹം എന്താ പറയുന്നത്, ഇതും എന്താണ്, ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ്. ഒരു എവറസ്റ്റ് കയറുന്ന അത്ര തന്നെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഒട്ടും എളുപ്പമല്ല നമ്മുടെ മനസ്സിനെ കീഴടക്കുക എന്ന് പറയുന്നത്. സമ്മിറ്റ് ഓഫ് മൈൻഡ്, ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക്. അതെന്തല്ല, ഒരു ഈസി ടാസ്ക് അല്ല എന്നാണ് പറയുന്നത്. സോ ഹിയർ we have to be very clear with 2 points. Okay, Ahluwalia speaks about 2 summits. രണ്ട് സമ്മിറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, he is speaking. One is summit of the Everest, summit of the mountain, and the other one is a summit of mind. മനസ്സിനെ കീഴടക്കുക, നമ്മുടെ മനസ്സിനെ കീഴടക്കുക എന്നുള്ളതാണ് second one. It is okay. Now the next thing, when നോക്കൂ ഇവിടെ,
Even when getting down from the summit, once the physical exhaustion had gone, I began asking myself the question why I had climbed Everest. Why did the act of reaching the summit have such a hold on my imagination? It was already a thing of the past, something done yesterday. With every passing day, it would become more remote, and then what would remain? Would my memories fade slowly away? So, after climbing Everest, many days pass, years pass, but when I think about Everest, why it makes me an energy, why it gives me an inspiration, why it makes my blood hot, എന്തുകൊണ്ടാണ് ഞാൻ ഇതിപ്പോഴും ചിന്തിക്കുമ്പോൾ എന്താണ് എനിക്കൊരു ചോരത്തിളപ്പ് ഉണ്ടാകുന്നത്, എനിക്കൊരു ഇൻസ്പിറേഷൻ ഇത് തരാൻ പറ്റുന്നത്? ഇവിടെ നോക്കൂ, ഇറ്റ് വാസ് ഓൾറെഡി എ തിങ് ഓഫ് ദി പാസ്, ഓൾറെഡി ഇറ്റ് ഇസ് പാസ്, കഴിഞ്ഞു. സബ്മിറ്റിംഗ് എവറസ്റ്റ് ദാറ്റ് ഇസ് ഓവർ, ഞാൻ ആ പർവ്വതം കയറി കഴിഞ്ഞു, എവറസ്റ്റ് ഞാൻ കീഴടക്കി, അതിന്റെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ, പക്ഷെ എന്നിരുന്നാലും ഇവിടെ നോക്കൂ, സംതിങ് ഡൺ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ് വാസ് എന്താണ്? ഇന്നലെ സംഭവിച്ച കാര്യമാണ്, ഇന്നലെ സംഭവിച്ച കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സമ്മിറ്റ് ഓഫ് എവറസ്റ്റ് എന്ന് പറയുന്നത്. Now the next thing is with every passing day it would become more remote. കൂടുതൽ കൂടുതൽ ദിവസം കഴിയും തോറും എന്താകും? ഇറ്റ് വിൽ ബി എന്താണ്? എ നോർമൽ, അല്ലെങ്കിൽ ഇത് ലൈറ്റായി എന്ത് ചെയ്യും? വരുമായിരിക്കും. ആൻഡ് then what would remain? അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്? what would remain? എന്താണ് എന്റെ കൂടെ, അല്ലെങ്കിൽ വിത്ത് മീ, വാട്ട് വിൽ ബി റിമൈനിങ് വിത്ത് മീ, എന്റെ ഉള്ളിൽ ഉണ്ടാവുക, എന്താണ് എന്റെ ഓർമ്മയിൽ ഉണ്ടാവുക? വുഡ് മൈ മെമ്മറീസ് ഫേഡ് സ്ലോലി അവേ? എന്റെ ഓർമ്മകൾ എന്താണ്? മാങ്ങി പോവോ? സോ ഇൻ ലൈഫ് വാട്ട് വുഡ് ബി ഐ എം ഹാവിങ്, എന്താണ് എനിക്ക് ഉണ്ടാകാൻ പോകുന്നത്? വാട്ട് വിൽ ഐ ഹാവ്, എന്താണ് എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അഹ്ലുവാലിയ ഈസ് ആസ്കിംഗ് ടു us. അതേ നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, all these thoughts led me to question myself as to why people climb mountain. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് he's thinking. അങ്ങനെ സബ്മിറ്റ് ഓഫ് എവറസ്റ്റിന്റെ ആ ഒരു സബ്മിറ്റ് കഴിഞ്ഞതിന് ശേഷം he was thinking a lots of things. Okay, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, all these thoughts led me to question myself as to why people climb mountain. എന്തുകൊണ്ടാണ് why people they climb mountain, എന്തുകൊണ്ടാണ് ആളുകൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നത് എന്ന് I began to ask myself. എനിക്ക് എന്താ തോന്നി തുടങ്ങി. It is not easy to answer this question. It is not easy to answer the question. അദ്ദേഹം എന്താ പറയുന്നത്? Actually, why do people climb mountain? എന്തിനാണ് ആളുകൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നത്? പറ്റിപ്പിടിച്ച് കഷ്ടപ്പെട്ട് വീണും എല്ല് പൊട്ടിയും മുരങ്ങും എന്തിനാണ് ഇത്ര കയറുന്നത് എന്ന് ചോദിച്ചാൽ it is not easy to answer the question. അഹ്ലുവാലി നമ്മളോട് എന്താ പറയുന്നത്? It is not easy to answer the question. അത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂല. Because it is there. എന്താണ്? Something is there. എന്തോ ഒരു സംഭവം എന്തുണ്ട്? ഹിഡൻ തിങ് ഇസ് there. സംതിങ് ഇസ് there. എന്തോ ഒരു സംഗതിയിൽ ഒരു സീക്രട്ട് എന്തുണ്ട്? ഒരു മിസ്റ്ററി എന്തുണ്ട്? അവിടെ ഉണ്ട് അല്ലേ? ഇറ്റ് പ്രസൻസ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടീസ്. തീർച്ചയായിട്ടും അദ്ദേഹം പറയാണ്, നമ്മളൊരു മൗണ്ടൻ എവറസ്റ്റ് ആവട്ടെ, ഏത് മൗണ്ടൻ ആവട്ടെ, അത് ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടീസ്. എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. മാൻ ടേക്സ് ഡിലൈറ്റ് ഇൻ ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. മാൻ ടേക്സ് ഡിലൈറ്റ് ഇൻ overcoming obstacles. എപ്പോഴും മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്, അയ്യോ സോറി ഞാൻ പോയതാണ്, വേറെ ഒന്നുമല്ല. നോക്കൂ, എപ്പോഴും മനുഷ്യന്റെ നേച്ചർ എന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ് നേച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി വാട്ട് ഇസ് ദാറ്റ്? എന്താണ് ആക്ച്വലി? ദേ ലവ് ടു എന്താണ്? ഓവർകം ദ ഒബ്സ്റ്റേക്കിൾസ്. ഒബ്സ്റ്റേക്കിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം, തടസ്സം. സോ പീപ്പിൾ, നോക്കൂ, നേച്ചർ ഓഫ് പീപ്പിൾ, ആളുകളുടെ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അവരുടെ ഒരു നേച്ചർ എന്താണ്? ദേ ലവ് ടു ഓവർകം ദി ഒബ്സ്റ്റേക്കിൾസ്. മുന്നിലുള്ള തടസ്സങ്ങൾ അത് മറികടന്ന് വരാൻ എന്താണ് അവർക്ക് എപ്പോഴും ഇഷ്ടമാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മനുഷ്യൻ അങ്ങനെ തന്നെ ഇന്ന് കാണുന്ന ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും കണ്ടുപിടിച്ചതും ഒക്കെ അല്ലെ, എന്ത് സംഗതി എന്താണ്? തടസ്സങ്ങൾ അതിൽ ഓവർകം ചെയ്ത് വന്നിട്ട് തന്നെയാണ് എന്താണ് ഹ്യൂമൻ ബീങ് ഇത്രയും സ്ട്രോങ് ആയതല്ലേ മനുഷ്യര്. The obstacles in climbing a mountain are physical. തീർച്ചയായിട്ടും പറയാണ്, നമ്മൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്കൽ. തീർച്ചയായിട്ടും നമുക്ക് എന്താണ്? കാണാൻ പറ്റുന്നതാണ്, തൊടാൻ പറ്റുന്നതായിരിക്കാം, അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കാം. A climb to a summit means endurance, persistence and will power. ഒരു സമ്മിറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് 3 വാക്കാണ്. ഒന്ന് endurance, ഒന്ന് persistence and will power. എന്താണ് endurance എന്ന് പറഞ്ഞാൽ? The ability to endure an unpleasant or difficult process or situation without giving way. അതായത് എന്താണ്? നമ്മളൊരു സംഗതി ഉറച്ച തീരുമാനം എടുത്താൽ നമ്മൾ എന്താണ് if we had decided to do something,
നമ്മൾ അതെന്താണ് ഫോം ആയിട്ടൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല, അതിന്ന് പിന്മാറരുത്. നെക്സ്റ്റ് തിങ് എന്താണ്? പെർസിസ്റ്റന്റ്, ദ ഫാക്ട് ഓഫ് കണ്ടിന്യൂയിങ് ഇൻ ആൻ ഒപ്പീനിയൻ ഓർ കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ സ്പൈറ്റ് ഓഫ് ഡിഫിക്കൽട്ടി ഓർ ഓപ്പോസിഷൻ. ദ സെയിം തിങ് തന്നെയാണ്. നമ്മൾ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും എന്താണ് നമ്മളത് പിൻവാങ്ങാതെ നമ്മൾ എന്ത് ചെയ്യുക, തളരാതെ മുന്നോട്ട് പോകാം. സോ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാലും പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും വിൽ പവർ, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം, ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സെയിം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ എന്താണ് വേറെ വേറെ വാക്കുകൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഹീസ് എക്സ്പ്ലെയിനിങ് ടു us. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ക്ലൈംബിംഗ് എ മൗണ്ടെയിൻ എന്ന് പറയുന്നത് 3 വാക്കുകൾ അദ്ദേഹം പറയുന്നത്. ദാറ്റ് ഇസ് എന്താണ്? എൻഡ്യൂറൻസ്, പെർസിസ്റ്റൻസ് ആൻഡ് ഓൾസോ what else എന്താണ്? വിൽ പവർ. സോ എൻഡ്യൂറൻസ്, പെർസിസ്റ്റൻസ് ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് വിൽ പവർ. ശരിയല്ലേ? Okay, please don't forget that. It's very important. Sorry. No go. The demonstration of these physical qualities is no doubt exhilarating, as was for me also. No go. I have a more personal answer to the question. Appa hello vali choikkunnundu, why do people love climbing mountain? Why do people love climbing mountain? Endha makkala hello vali choikkunnathu, actually endondana aalukal endu cheyyunnathu ee mountain, ee parvatangal kayarunathu ishtappedunathu? Why do people love climbing mountain ennaanu choikkunne? Now noku, from my childhood I have been attracted by mountain. Adhe parayana, if I have to answer, enikku uttaram parayanengil endana, I will have an answer. എനിക്കൊരു ആൻസർ ഉണ്ട്. വാട്ട് ഈസ് ദ ആൻസർ? അഹ്ലുവാലിയെ സംബന്ധിച്ച് അക്കോർഡിംഗ് ടു ഹിം, ഫ്രം മൈ ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ എന്താണ്, ഐ ഹാവ് ബീൻ അട്രാക്റ്റഡ് ബൈ മൗണ്ടെയിൻ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ എന്താണ്, അദ്ദേഹത്തിന് മൗണ്ടെയിൻ ഭയങ്കര ഇഷ്ടമാണ്, പർവ്വതങ്ങള്, മലകള് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം പറയുന്നത്. ഐ ഹാഡ് ബീൻ മിസറബിൾ ലോസ് വെൻ away from mountain. അദ്ദേഹം പറയാണ്, എനിക്ക് ഒരു പക്ഷെ എന്താണ് ഈ ഒരു മലനിരകൾ ഞാൻ കാണുന്നില്ലെങ്കിൽ എന്താണ്, ഐ വാസ് വെരി മിസറബിൾ, ഐ വാസ് വെരി സാഡ്, ഐ ലോസ് മൈസെൽഫ്, എനിക്ക് എന്റെ എന്തോ ഒരു ഭാഗം നഷ്ടപ്പെടുന്നത് പോലെയാണ്. അതായത് ഇവിടെ നമുക്ക് എങ്ങനെ പറയാം, ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് എന്ന് പറയാം. അദ്ദേഹം എന്താവുന്നില്ല, ഒരു കംപ്ലീറ്റ് ഫീലിംഗ് എന്തില്ല, അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഹിസ് ഫീലിംഗ് എന്താണ്, ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ്. ഓക്കെ, അതാണ് അദ്ദേഹം പറയുന്നത്. മിസറബിൾ, ലോസ്റ്റ്, നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് നോക്കൂ, ഇവിടെ മൗണ്ടെയിൻസ് ആർ നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഏറ്റവും നല്ല ക്രിയേച്ചർ ആണ് എന്ത് പറയുന്നത്, പ്രകൃതി ഒരുപാട് സംഗതികൾ, കടലുണ്ടാക്കിയിട്ടുണ്ട്, മലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആകാശം ഉണ്ടാക്കിയിട്ടുണ്ട്, നക്ഷത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, പട്ടി, പൂച്ച, കാക്ക, നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയാണ് മൗണ്ടെയിൻസ് ആർ നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. എന്താണ് ഏറ്റവും നല്ലതാണ് ഇത് മൗണ്ടെയിൻ എന്താണ് അഹ്ലുവാലിയെ പറയുന്നതിലെ, അത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം മൗണ്ടെയിൻ എന്ത് ചെയ്യുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് ക്രിയേച്ചർ ആണ് എന്ത് ചെയ്യുന്നത് അഹ്ലുവാലിയെ പറയുന്നത്. പക്ഷെ മക്കളെ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ആകാശമായിരിക്കും ഇഷ്ടം, എനിക്ക് ചിലപ്പോൾ നക്ഷത്രമായിരിക്കും ഇഷ്ടം, മറ്റൊരാൾക്ക് കടലായിരിക്കും ഇഷ്ടം, കടലിനെ കുറിച്ച് ഒരുപാട് വർണ്ണിക്കും. പുഴയാണെങ്കിലോ പുഴകളെ കുറിച്ച് വർണ്ണിക്കുന്നവരുണ്ട്, മരങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നവരുണ്ട്, കാടിനെ കുറിച്ച് വർണ്ണിക്കുന്നവരുണ്ട്, എല്ലാത്തിനെയും കുറിച്ച് വർണ്ണിക്കുന്നവരുണ്ട്. സോ നമ്മുടെ അഹ്ലുവാലിക്ക് എന്താണ് ഇഷ്ടം? മൗണ്ടെയിൻ ആണ് ഇഷ്ടം അല്ലെ? അദ്ദേഹത്തിന് എന്താ ഇഷ്ടം? മൗണ്ടെയിൻ അല്ലേ ഇഷ്ടം? അദ്ദേഹത്തിന് മൗണ്ടെയിൻ അല്ലേ ഇഷ്ടം? യെസ്, മൗണ്ടെയിൻ ആണ് ഇഷ്ടം. The beauty and majesty pose a great challenge. അപ്പൊ ഇത് പറയണ അതിന്റെ ഒരു ലുക്ക് അല്ലേ, ആ ഒരു ലുക്ക്, ബ്യൂട്ടി, ആ ഒരു പർവ്വതങ്ങൾ എന്താണ് മൗണ്ടെയിൻസ് ഇങ്ങനെ ആ ഒരു തല ഉയർത്തി നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചറും അതിന്റെ ഒരു ഹൈറ്റും അതിന്റെ ഒരു വിഡ്ത്തും അതിന്റെ ആ ഒരു മെജസ്റ്റിക് അല്ലെ ജൈജാന്റിക് ആയിട്ടുള്ള ആ ഒരു ലുക്കും എന്താണ്, that challenges. അത് നമ്മൾ എന്താണ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന പോലെയാണ് അഹ്ലുവാലി പറയുന്നത്. ഇഫ് യു ഹാവ് ദാറ്റ് മച്ച് കറേജ്, നിങ്ങൾക്ക് അത്രയും കറേജ് ഉണ്ടെങ്കിൽ കം ആൻഡ് ക്ലൈംബ് മീ എന്നാണ് അദ്ദേഹം ആര് പറയുന്നത്, നമ്മുടെ മലകൾ പറയുന്നത്. അതായത് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഇദ്ദേഹം അതിന്റെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തും അതിന്റെ സ്ട്രക്ചറും ഒക്കെ ഇവിടെ എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാണ്. അപ്പൊ ഏതൊരു പർവ്വതം നമ്മൾ നോക്കുമ്പോഴും അത് നമ്മളെ ചലഞ്ച് ചെയ്യുന്നത് പോലെയാണെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക്, ഒരു നമ്മളൊരു വാശി കൂട്ടുന്ന ഒരു ക്രിയേച്ചർ ആണ് മൗണ്ടെയിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. Now, and like many, I believe that mountains are a means of communication with God. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയലോഗാണ്. അതേ പറയുകയാണ്, I believe that mountains are a means of communication with God. അതേ പറയുന്നത് എന്താണ്, ആക്ച്വലി അദ്ദേഹത്തെ സംബന്ധിച്ച് അഹ്ലുവാലിയെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്. So we should not be confused. നമ്മൾ ഇവിടെ കൺഫ്യൂസ്ഡ് ആവരുത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, according to him, he believes that അദ്ദേഹം എന്താണ് വിശ്വസിക്കുന്നത്, that mountains are a means of communication with God. ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു മീൻസ്, ഒരു വഴിയാണ്
എന്താ പറയുന്നത്, ദൈവമായിട്ട് സംസാരിക്കാനുള്ള ഒരു വഴിയാണ്, ഒരു രീതിയാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നത്, എന്ത് മലകൾ എന്ന് പറയുന്നത്. വൺസ് ഹാവിംഗ് ഗ്രാന്റഡ് ദിസ് ദ ക്വസ്റ്റ്യൻ റിമെയിൻസ് വൈ എവറസ്റ്റ്. അപ്പൊ ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ, പർവ്വതങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു, അതിന്റെ സ്ട്രക്ചർ അടിപൊളിയാണ്, ജൈജാന്റിക് ആണ്, ഭയങ്കര സൈസാണ്, വിഡ്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു വഴിയാണ്, സ്ഥലമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം തോന്നുന്നുണ്ടാകും, then why എവറസ്റ്റ്? എന്തുകൊണ്ടാണ് നിങ്ങൾ എവറസ്റ്റ് തിരഞ്ഞെടുത്തത്? അപ്പൊ എന്താണ്, എല്ലാ മലകളും ഒരേപോലെയല്ലേ, എല്ലാ മൗണ്ടൈനും എന്താണ് ഒരേപോലെയല്ലേ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. എന്തുകൊണ്ടാണ് why എവറസ്റ്റ്? നോക്കൂ ഇവിടെ, because it is the highest, mightiest and has defied many previous attempts. എന്താണ് ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും ബുദ്ധിമുട്ട് കയറാനുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തോൽപ്പിച്ചിട്ടുള്ള ഒരേ മൗണ്ടൻ എന്താണ്, ദാറ്റ് ഇസ് എവറസ്റ്റ്. ഇറ്റ് ടേക്സ് ദ ലാസ്റ്റ് ഔൺസ് ഓഫ് വൺസ് എനർജി. അതാ മോനെ, എന്താ പറയുന്നത്, ഒരാളുടെ ശരീരത്തിൽ ഒരു തുള്ളി എനർജി ബാക്കിയുണ്ടെങ്കിൽ അതുപോലും ഊറ്റി കുടിക്കുമെന്നത് നമ്മൾ മൗണ്ട് എവറസ്റ്റ്. അപ്പൊ ഒരാളുടെ ശരീരത്തിൽ ഒരു തുള്ളി എനർജി, ഒരു തുള്ളി ചോര ഒഴുകുന്നുണ്ടെങ്കിൽ, ഒരു തുള്ളി എനർജി ഉണ്ടെങ്കിൽ എന്താണ്, അതും ആര് ഊറ്റി കുടിക്കും, നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഊറ്റി കുടിക്കും. ഇറ്റ്സ് എ ബ്രൂട്ടൽ സ്ട്രഗിൾ വിത്ത് റോക്ക് ആൻഡ് ഐസ്. ബ്രൂട്ടൽ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് എന്താണ് കഷ്ടപ്പാട്. സ്ട്രഗിൾ മീൻസ് വി നോ ദാറ്റ് റൈറ്റ്, എന്താ നമുക്ക് അറിയാൻ പറ്റും കഷ്ടപ്പാട്. ഇവിടെ അദ്ദേഹം അതിന് ഒരു അഡ്ജക്റ്റീവും കൂടി കൊടുത്തിട്ടാ പറയുന്നത്. നോക്കൂ ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നൈസായിട്ട് ഒരു അഡ്ജക്റ്റീവും കൂടി കൊടുക്കുന്നുണ്ട്. ഹി സെഡ് ബ്രൂട്ടൽ സ്ട്രഗിൾ. ബ്രൂട്ടൽ പറയുന്നത് ക്രൂരമായത്, സ്ട്രഗിൾ എന്ന് പറയുന്നത് കഷ്ടപ്പാട്. അപ്പൊ അതിക്രൂരമായിട്ടുള്ള കഷ്ടപ്പാട്, എന്ത് തമ്മിലുള്ള പാറകളും ഐസുകളും തമ്മിലുള്ള അതിക്രൂരമായിട്ടുള്ള കഷ്ടപ്പാട്, നെട്ടോട്ടപ്പാച്ചിൽ, ഹാർഡ്ഷിപ്പ്, ഹറാസ്മെന്റ്, എന്താണ് സ്ട്രഗിൾ, ഇതൊക്കെയാണ് എന്ത് എവറസ്റ്റ് എന്ന് പറയുന്നത്. വൺസ് ടേക്കൺ അപ്പ്, ഒരു പ്രാവശ്യം നമ്മളത് എടുത്തു കഴിഞ്ഞാൽ, നോക്കൂ ഇവിടെ, ഇറ്റ് കനോട്ട് ബി ഗിവൺ അപ്പ് ഹാഫ് വേ ഈവൻ വെൻ വൺസ് ലൈഫ് ഈസ് അറ്റ് സ്റ്റേ. ഒരിക്കൽ നമ്മൾ എന്താണ് അത് കയറാൻ തുടങ്ങിയ പിന്നെ എന്താണ്, വി കനോട്ട് സ്റ്റോപ്പ് ദാറ്റ്. നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവൻ അപകടത്തിലാണ് പോലും നമുക്ക് എന്താണ്, വി കനോട്ട് സ്റ്റോപ്പ് ദാറ്റ്. ദ പാസേജ് ബാക്ക് ഈസ് ആസ് ഡിഫിക്കൽട്ട് ആസ് ദ പാസേജ് ഓൺ വാസ്. നമ്മൾ തിരിച്ച് പാസേജ് ബാക്ക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, വാട്ട് ഇസ് മെന്റ് ഹിയർ മക്കളെ? നോക്കൂ, വാട്ട് ഇസ് മെന്റ് ഹിയർ? പാസേജ് ബാക്ക് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്, ഒരു ഉയരം വരെ നമ്മൾ കയറി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് പാസേജ് ബാക്ക്, തിരിച്ചു വരുന്ന ദൂരം, തിരിച്ചു വരുന്ന സമയം, തിരിച്ചു വരുന്ന വഴി, ഇതൊക്കെ എന്താണ്, ദാറ്റ് ഇസ് മോർ ഡിഫിക്കൽട്ട്, കൂടുതൽ ഡിഫിക്കൽട്ട് തന്നെയാണ്. മുൻപോട്ട് പോകുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ടാണ് എന്ത്, കയറിച്ച് പകുതിക്ക് വെച്ച് തിരിച്ചിറങ്ങുക എന്നുള്ളതും. ആൻഡ് ദെൻ when the summit is climbed there is the exhilaration, the joy of having done something. അങ്ങനെ കഷ്ടപ്പെട്ട് when we climb, അല്ലേ, നമ്മൾ എന്താ ചെയ്തു, സബ്മിറ്റ് ചെയ്തു, നമ്മൾ കീഴടക്കി. അറ്റ് ദാറ്റ് ടൈം എക്സിലറേഷൻ, ആനന്ദം, പരമാനന്ദം, അല്ലെ. എക്സിലറേഷൻ മീൻസ് എന്താണ്, എക്സ്ട്രീം ഹാപ്പിനെസ്, ആനന്ദം, അല്ലെ. ദ ജോയ് ഓഫ് ഹാവിംഗ് ഡൺ സംതിങ്, നമ്മൾ എന്തോ വലിയൊരു കാര്യം ചെയ്തെന്നുള്ള ആ ഒരു സന്തോഷം എന്താണ്, ദാറ്റ് വി വിൽ ഹാവ്, നമുക്കത് ഉണ്ടാകും. ദ സെൻസ് ഓഫ് എ ബാറ്റിൽ ഫോട്ട് ആൻഡ് വോൺ, നമുക്ക് തോന്നും നമ്മൾ എന്ത് ചെയ്തു, ഒരു യുദ്ധം തന്നെ ജയിച്ചു കഴിഞ്ഞുള്ളത്. നമ്മളവിടെ ഒരു ബാറ്റിൽ, എന്താണ് യുദ്ധം, ഒരു യുദ്ധം തന്നെ, ഒരു അടി പിടി കുത്തു കേസ് നമ്മൾ നടത്തി, അത് ജയിച്ചിട്ടുള്ള ആ ഒരു ഫീലിംഗ്, ദാറ്റ് ഹാപ്പിനെസ്, that victory that we can feel, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എവറസ്റ്റിന്റെ മേലെ നിൽക്കുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. there is a feeling of victory and of happiness. അപ്പൊ നമ്മൾ എന്താണ്, മൗണ്ട് എവറസ്റ്റിന്റെ മേലെ നിൽക്കുന്ന സമയത്ത് we may feel our victory, നമുക്ക് നമ്മുടെ വിജയം ഫീൽ ചെയ്യാൻ പറ്റും. and also like that എന്താണ്, happiness, okay, സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. glimpsing a peak in the distance, I get transported to another world. I experience a change within myself which can only be called mystical. അപ്പോൾ ഞാൻ ആ നിൽക്കുന്ന സമയത്ത് എന്താണ്, when I climb, when I reach at the top of the Mount Everest. ഇപ്പൊ ദേ നിൽക്കുന്ന എവിടെയാണ്, മൗണ്ട് എവറസ്റ്റിന്റെ മേലെ. നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, ഈ ആ ഒരു മൗണ്ട് എവറസ്റ്റിന്റെ പിക്ചർ വേണം. അതിന്റെ മേലെ ഒരു ഇന്ത്യക്കാരുടെ അഹ്ലുവാലിന്റെ ഒരു ഷെയ്ഡ്, ഒരു നിഴൽ എന്ത് വേണം, ഒരു ഷാഡോ നിങ്ങളുടെ മനസ്സിൽ വേണം. അതേ പറയാണ്, ഞാൻ ആ മൊമെന്റ് അവിടെ നിൽക്കുന്ന സമയത്ത് when I was standing at the top, when I was standing at the peak, എന്നെ എന്ത് ചെയ്തു, എന്നെ വേറൊരു ലോകത്തേക്ക്, I could travel into another world, എനിക്ക് മറ്റൊരു ലോകത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് എന്താണ് സഞ്ചരിക്കാൻ പറ്റി. എന്താ അദ്ദേഹം പറയുന്നത്? So then പറയാണ്, so when I was standing at the peak I could travel into another world, എന്നെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. and what is that? എന്താണ്?
a change, I experienced a change within myself which can only be called mistaken. And from there I had a change. അവിടുന്ന് എന്തുണ്ടായി? ഒരു ചേഞ്ച് എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷെ ആ ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച്, ആ ഒരു എക്സ്പീരിയൻസ്, what I experienced, what I changed എന്നുള്ളത് എന്താണ്? that I cannot share, that is mystical. mystical എന്ന് പറഞ്ഞാൽ എന്താണ്? നിഗൂഢത, രഹസ്യമാണ് അല്ലേ? by its beauty, aloofness, might, ruggedness and the difficulties encountered on the way, the peak draws me to it. അപ്പോൾ അദ്ദേഹം പറയാണ് by its beauty, ആ മൗണ്ട് എവറസ്റ്റിന്റെ ഭംഗി, its beauty. aloofness എന്ന് പറഞ്ഞാൽ എന്താണ്? behavior that shows you are not friendly. but അതിക്രൂരമായിട്ടാണ് എവറസ്റ്റ് എന്ത് ചെയ്ത് നമ്മളോട് എന്ത് ചെയ്ത് പെരുമാറിയത്. അപ്പൊ ഇവരിങ്ങോട്ട് കയറുമ്പോഴേക്ക് എവറസ്റ്റ് എന്താണ്? തല കുനിച്ച് ഐസ് ഒന്ന് തട്ടി മാറ്റി നിന്ന് കൊടുക്കോ? നോ, ഇല്ല. എവറസ്റ്റ് എന്ത് ചെയ്യും? വളരെ ഇങ്ങനെ പിടിച്ചും കുലിക്കും, കാറ്റടിച്ചും പ്രഷർ കൂട്ടിയും ഒക്കെ എന്ത് ചെയ്യും? വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത ഒരു പെരുമാറ്റം, അതിന്റെ ഒരു ഫിസിക്കൽ ഭംഗി, മൈറ്റ്, റഗഡ്നെസ്, അതിന്റെ ഒരു ബുദ്ധിമുട്ട്, അതിന്റെ ഒരു കടുപ്പം, കാഠിന്യം, കട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ. നൗ ആൻഡ് ദ ഡിഫിക്കൽട്ടീസ് എൻകൗണ്ടേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് ചെയ്യുന്ന. അപ്പൊ അവർ ആ കയറിന്റെ താഴെ മുതൽ മേലെ എത്തുന്നത് വരെ അവർ ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഏറ്റവും മേലെ നിൽക്കുന്ന സമയത്ത് when we were standing, അല്ലെങ്കിൽ when we stand at the peak, നമ്മൾ ആ പീക്കിൽ നിൽക്കുന്ന സമയത്ത് he is telling us, അദ്ദേഹം നമ്മളോട് പറയാണ് എന്താണ് ആക്ച്വലി he is telling us, what is he telling us? എന്താ നമ്മളോട് പറയുന്നത്? I went, അല്ലെങ്കിൽ I could travel into a different world. ഞാൻ മറ്റൊരു ലോകത്തേക്ക് ഞാൻ സഞ്ചരിച്ചു. And by that traveling, ആ ഒരു ട്രാവലിംഗ് കൊണ്ട് തന്നെ എന്താണ്? it made me a change. it changed me. അതെനിക്ക് എന്ത് ചെയ്തു? എൻ്റെ ഒരു മാറ്റം ഉണ്ടാക്കി തന്നത്. Unfortunately, നിർഭാഗ്യവശാൽ I cannot tell you what is that change. എനിക്ക് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല എന്താണ് ആ മാറ്റം എന്നുള്ളത്. Now the peak draws me to it as Everest did. It is a challenge that it is difficult to resist. Okay, looking back, I find that I had not yet fully explained why I climbed Everest. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് when I am thinking ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് when I summarize the things, ഞാൻ ആ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് I feel that എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? I did not explain you why I claimed Mount Everest. എന്തുകൊണ്ടാണ് why I claimed the Everest എന്നുള്ളത് എനിക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് നിങ്ങളോട് മുഴുവനായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. It is like answering a question, why you brave? What a sentence, what a touching sentence. അത് എന്താ പറയുന്നത്? ആക്ച്വലി അഖിലു ഭാര്യ പറയാണ് it is like, ഇത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പോലെയാണ്, എന്തിനാണ് ശ്വാസം വലിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മിസ്റ്റർ ശ്വാസം വലിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ശ്വാസം വലിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് നിങ്ങൾ എന്തിനാണ് എവറസ്റ്റ് കയറിയത് എന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ക്ലൈംബിംഗ് മൗണ്ടെയിൻ എന്ന് പറയുന്നത് അത്രയ്ക്കും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ക്ലൈംബിംഗ് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ശ്വാസം വലിക്കുന്നത് ചോദിച്ചാല് നമുക്ക് ഉത്തരമുണ്ടോ? ഇഫ് യു വാണ്ട് ടു എന്താണ് അലൈവ്, നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ വി നീഡ് ടു എന്താണ് ബ്രീത്ത്, നമ്മൾ ശ്വസിക്കണം. അതേപോലെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ക്ലൈംബിംഗ് മൗണ്ടെയിൻ എന്നാണ് അഹ്ലുവാലി ഇവിടെ പറയുന്നത്. Now why do you help your neighbor? അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ അയൽവാസിയെ സഹായിക്കൂ? എന്തിനാണ് അയൽവാസിയെ സഹായിക്കുന്നത്? വേറെ പണിയില്ല എന്ന് ചോദിക്കുന്ന പോലെയാണ് എന്തിനാണ് മൗണ്ട് എവറസ്റ്റ് കയറുന്നത് എന്ന് ചോദിക്കുന്നത്. why do you want to do good at? എന്തിനാണ് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് തോന്നുന്നു ഇയാൾ എന്ത് വിഡിത്താ ചെയ്യുന്നത്, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ? അതേപോലെയാണ് എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരാള് എന്തിനാണ് മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്തത് എന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ, there is no final answer possible for me. എനിക്ക് എന്ത് തരാൻ കഴിയില്ല? I cannot give a final answer. എനിക്ക് നിങ്ങൾക്ക് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ആൻസർ തരാൻ കഴിയില്ല. And then there is the fact that Everest is not just a physical climb. Everest and the like is not a physical climb. അതേ പറയുന്നത് എന്താണ്? എവറസ്റ്റ് കയറിയ സമയത്ത് it was not just only a physical climb. അതൊരു physical climb മാത്രമല്ല. The man who has been to the mountain top becomes conscious in a special manner of his own smallness in this large universe. This is very important. അതേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഫിസിക്കൽ ക്ലൈംബ് എന്ന് പറയുന്നത് മാത്രമല്ല എവറസ്റ്റ്. ഇത്രയും വലിയൊരു ഉയരത്തിലെ, ഇത്രയും വലിയ ഹൈറ്റിൽ നമ്മൾ കയറി അവിടെ നിൽക്കുന്ന സമയത്ത്, നമ്മൾ ആ ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ആരാണ് അവിടെ കയറി നിൽക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകും അദ്ദേഹം എത്രത്തോളം സ്മോൾ, അദ്ദേഹം എത്രത്തോളം ചെറുതാണ് ഈ യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തില് എത്രത്തോളം ചെറിയ ഒരു ക്രിയേച്ചർ, ഒരു സൃഷ്ടിയാണ് എന്ന് ആ വ്യക്തിക്ക് അവിടെ നിന്നും റിയലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അഹ്ലുവാലി പറയുന്നത്. അപ്പൊ എവറസ്റ്റ് എന്ന് പറയുന്നത്
പറയുന്നത്, അല്ലെങ്കിൽ എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സമ്മിറ്റ് എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത്? സി ദ തിങ് ഈസ് ദാറ്റ് ഇസ് ഫിസിക്കൽ ക്ലൈംബിംഗ് ആണ്. പക്ഷെ അതേപോലെ തന്നെ ആ മൗണ്ടൈൻ്റെ ഏറ്റവും മേലെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഹ്യൂമിലിറ്റി, വിനയം തോന്നും നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ എന്താണ്, ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു മീഡിയമാണ് നമ്മൾ പറഞ്ഞു. അതേപോലെ അദ്ദേഹം നെക്സ്റ്റ് പറയുന്നത് എന്താണ്, അവിടെ നിൽക്കുന്ന സമയത്ത് ഇറ്റ് റിമൈൻഡ്സ് അസ്, ഇറ്റ് ടീച്ചേഴ്സ് അസ്, ഇറ്റ് ഷോസ് അസ്, ഇത് നമുക്ക് കാണിച്ചു തരും. ഇറ്റ് റിമൈൻഡ്സ് അസ്, അത് നമ്മൾ ഓർമ്മിപ്പിക്കും. എന്താ ഓർമ്മിപ്പിക്കുക? ആക്ച്വലി ഹൗ സ്മോൾ, അല്ലേ, ഹൗ സ്മോൾ വി ആർ ഇൻ ദിസ് യൂണിവേഴ്സ്, ഹൗ സ്മോൾ വി ആർ ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ ഒരു യൂണിവേഴ്സിൽ നമ്മളൊക്കെ എത്ര സ്മോൾ ആണ്, എത്ര കുഞ്ഞാണെന്നുള്ളത് എന്ത് ചെയ്യും, നമ്മൾ അതങ്ങ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ദ ഫിസിക്കൽ കോൺക്വസ്റ്റ് ഓഫ് എ മൗണ്ടൻ is only one part of the achievement. ഈ മൗണ്ടൻ നമ്മൾ ക്ലൈംബ് ചെയ്യുന്നതും നമ്മൾ കയറി കഴിയുന്നതും എന്താണ്, നമ്മുടെ നേട്ടത്തിന്റെ ഒരു ഭാഗം, one part, a single part ആണെന്നാണ് പറയുന്നത്, അഹ്ലുവാലി പറയുന്നത്. There is more to it than that. It is followed by a sense of fulfillment. ആക്ച്വലി എന്താണ്, നമ്മൾ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. We should have a fulfillment. നമ്മളൊരു സംഗതി, നമ്മുടെ വലിയൊരു ആഗ്രഹം, നമ്മൾ അത് എന്ത് ചെയ്ത് നിറവേറ്റി, നമ്മൾ ഫിൽഡ് ആയി, നമ്മളത് നിറവേറ്റി എന്നുള്ള ഫീലിംഗ് എന്താണ്, we should have. There is the satisfaction of a deep urge to rise above one's surroundings. It is the eternal love for adventure in man. അദ്ദേഹം എന്താ പറയുന്നത്, നമ്മൾ മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞാൽ we may feel, എന്തൊക്കെ തോന്നും, നമുക്ക് മൗണ്ട് എവറസ്റ്റ് കീഴടക്കി. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം, ദാറ്റ് ഫുൾഫിൽമെന്റ്, നമ്മളത് കീഴടക്കി, നമ്മൾ എന്ത് ചെയ്ത് നിറവേറ്റി എന്നുള്ളത്. നെക്സ്റ്റ് വൺ അഹ്ലുവാലി പറയുന്നത് എന്താണ്, മനുഷ്യന് ഏറ്റവും വലിയൊരു സ്വഭാവമാണ് they love adventures. സാഹസികത എന്ന് പറയുന്നത്, അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഹ്യൂമൻ love, അല്ലേ, ഹ്യൂമൻസ് ലവ് ഇറ്റ്. മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ത്, അഡ്വഞ്ചർ. നമുക്കൊക്കെ ഇഷ്ടമല്ലേ, നമ്മളൊക്കെ പോകൂലേ, നമ്മൾ മറ്റേ സ്കൂബ ഡൈവ്, സ്കൈ ഡൈവ്, അതേപോലെ തന്നെ എന്താണ് റൈഡേഴ്സ്, കാര്യങ്ങൾ, ഈ വാട്ടർ, നമ്മൾ ഇവിടെ പോലെ നമ്മൾ വാട്ടർ പാർക്കിലൊക്കെ പോയാൽ ഫുള്ള് റൈഡിലൊക്കെ നമ്മൾ കയറൂലേ. സോ എന്താണ്, മനുഷ്യൻ എന്ത് ഇഷ്ടമാണ്, എന്നും എന്താ പറയുന്നത്, മനുഷ്യന്മാർക്ക് എന്നും അഡ്വഞ്ചർ, സാഹസികത ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം പറയുന്നത്. നാ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇറ്റ് ഈസ് ദ ഇറ്റേണൽ ലവ് ഫോർ അഡ്വഞ്ചർ ഇൻ മാൻ. ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള അഡ്വഞ്ചർ, സാഹസികതയിലെ, അതിനെന്താണെന്ന് മനുഷ്യർക്ക്, മനുഷ്യന്റെ എന്നേക്കും ഇറ്റേണൽ ലവ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യൻ എന്താണ്, എന്നും മനുഷ്യരുള്ളിടത്തോളം കാലം സാഹസികത, അഡ്വഞ്ചർ എന്താണ്, they love. The experience is not merely physical, it's emotional, it is spiritual. അപ്പൊ നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്, it is not merely physical. വെറും എന്താണ്, നമ്മളൊരു സാധനം കയറി കീഴടക്കിയതല്ല, it is something spiritual, ആത്മീയമായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകും, ഒരു ഇമോഷൻ എന്തുണ്ടാകും, that we will have, അത് നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും, അല്ലേ. Now consider a typical climb towards the summit on the last height. You are sharing a rock with another climber. Consider a typical climb towards the summit on the last height. Okay, ഇപ്പൊ നമ്മൾ മല കയറി ലാസ്റ്റ്, ഇത് ടോപ്പ് ആണെങ്കിൽ നമ്മൾ ഇവിടെയാണ്, ലാസ്റ്റ് ഹൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, കൺസിഡർ എ ടിപ്പിക്കൽ ക്ലൈംബ്. ഒരു ടിപ്പിക്കൽ ക്ലൈംബ് നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ മനസ്സിൽ കാണണം. ടുവാർഡ്സ് ദ സമ്മിറ്റ് ഓഫ് ദ ലാസ്റ്റ് ഹൈറ്റ്, ഏറ്റവും അവസാനത്തുള്ള ഉയരത്തില് ആണ് നിങ്ങൾ നിൽക്കുന്നത്. യു ആർ ഷെയറിംഗ് എ റോക്ക് വിത്ത് അനദർ ക്ലൈംബർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഈ കയർ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ മറ്റൊരു ക്ലൈംബറുമായിട്ട് എന്താണ്, ബോത്ത് ഓഫ് യു ആർ ഷെയറിംഗ്. നിങ്ങൾ രണ്ടുപേരും എന്താണ്, യു പീപ്പിൾ ആർ ഷെയറിംഗ് എ സെയിം റോക്ക്. You form in, he cuts the steps in the hard ice. അപ്പൊ നിങ്ങൾ മുറുക്കി പിടിച്ച് നിൽക്കാണ്. And the കമ്പാനിയൻ, നിങ്ങളുടെ കമ്പാനിയൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹി കട്ട്സ് ദ ഐസ്, ഐസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊത്തി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഐസ് പൊട്ടിച്ച് അത് മാറ്റുന്നുണ്ട്. ദെൻ ഹി ബിലേസ് ആൻഡ് യു ഇൻച്ച് യുവർ വേ അപ്പ്. ബിലേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്, അവൻ വെട്ടിത്തരുന്ന ആ ഒരു ഐസിൽ കൂടെ എന്ത് ചെയ്യാണ്, നിങ്ങൾ കാലെടുത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളും എന്ത് ചെയ്യാണ്, കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇൻച്ച് യുവർ വേ അപ്പ്, നിങ്ങൾ എന്ത് ചെയ്യാണ്, പതുക്കെ യു ആർ ക്ലൈംബിംഗ് അപ്പ്, യു ആർ റീച്ചിങ് അപ്പ്, നിങ്ങളും മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ ക്ലൈംബ് ഈസ് ഗ്രിം, അല്ലേ. ഗ്രിം എന്ന് പറഞ്ഞാൽ എന്താ, വെരി സീരിയസ് ആൻഡ് ഗ്ലൂമി. അത്രയ്ക്ക് എന്തിന്റെ അപകടം നിറഞ്ഞതാണ്, അത്രയും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഓരോ കാലം നിങ്ങളുടെ സൂക്ഷിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, എടുത്തു വെക്കുകയാണ്. നോക്കൂ ഇവിടെ, യു സ്ട്രെയിൻ എവറി നെർവ് ആസ് യു ടേക്ക് എവറി സ്റ്റെപ്പ്. ഫേമസ് നോക്കൂ, ക്ലൈംബേഴ്സ് ഹാവ് ലെഫ്റ്റ് റെക്കോർഡ്സ് ഓഫ് ദ ഹെൽപ്പ് ഗിവൺ ബൈ അതേഴ്സ്. ഏറ്റവും വളരെ ഫേമസ് ആയിട്ട് എത്രയോ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മറ്റുള്ള ക്ലൈംബേഴ്സിനെ സഹായിച്ച റെക്കോർഡൊക്കെ ഉണ്ട്. ദേ ഹാവ് ഓൾസോ റെക്കോർഡഡ് ഹൗ ദേ നീഡഡ് ജസ്റ്റ് ദാറ്റ് ഹെൽപ്പ്. അതേപോലെ തന്നെ ക്ലൈംബേഴ്സിന് എപ്പോഴാണ് ഹെൽപ്പ് വേണ്ടി വരാൻ എന്നുള്ളത് പറയാൻ പറ്റില്ല. വി കനോട്ട് പ്രെഡിക്റ്റ് ദാറ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. തീർച്ചയായിട്ടും എന്ത് വേണം, ഒരു ക്ലൈംബർ ആകുമ്പോൾ ചിലപ്പോൾ സഹായിക്കേണ്ടി വരും, ചിലപ്പോൾ എന്താണ്,
wanted എന്താണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും മറ്റുള്ളവരിൽ നിന്ന് സഹായം തീർച്ചയായിട്ടും ഗെറ്റ് ഡൺ അദ്ദേഹത്തിന് എന്ത് ചെയ്യും കിട്ടേണ്ടി വരും അപ്പൊ ക്ലൈംബേഴ്സ് സഹായിച്ച റെക്കോർഡ്സിന്റെ സഹായം സ്വീകരിച്ച റെക്കോർഡും എന്തുണ്ട് നിലവിലുണ്ട് else they might have give up അതല്ലെങ്കിൽ നോക്കൂ ഇവിടെ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടുള്ള സമയത്ത് മറ്റുള്ള ക്ലൈംബേഴ്സിന്റെ സഹായം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും they might have given up അവരെന്ത് ചെയ്തിട്ടുണ്ടാകും അവരത് നിർത്തിയിട്ടുണ്ടാകും ഇനി എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും അവർ പോയിട്ട് they might have given up breathing is difficult കാരണം എന്താണ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താണ് breathing is difficult ശ്വാസം വലിക്കാൻ എന്തുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും you curse yourself for having let yourself in for this നിങ്ങൾ തന്നെ എന്ത് ചെയ്യും curse you curse yourself നിങ്ങൾ തന്നെ എന്ത് ചെയ്യും curse ചെയ്തിട്ട് പോകും എന്തിനാണ് നിങ്ങൾ തന്നെ curse ചെയ്യുന്നത് ഏത് നേരത്താണോ എനിക്ക് ഇങ്ങനെ ബുദ്ധി തോന്നിയത് എവറസ്റ്റ് പോയി പിടിച്ച് കയറാൻ എനിക്ക് തോന്നിയത് എന്ന് നമ്മളെ തന്നെ ശപിച്ചു പോകുന്നാണ് പറയുന്നത് you wonder why you ever undertook the ascent എന്തിനാണ് നിങ്ങൾ ഈ പറയുന്നത് എന്താണ് മല കെട്ടിക്കെട്ടി കേറാൻ നിന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും there are moments when you feel like going back എത്രയോ സമയങ്ങൾ ഒരുപാട് സമയങ്ങൾ നിങ്ങൾക്ക് തോന്നും should I go back എനിക്ക് തിരിച്ചിട്ട് പോയാലോ എന്ന് എന്ത് ചെയ്യും നിങ്ങൾക്ക് തോന്നും it would be sheer relief to go down instead of up it would be sheer relief to go down instead of up അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് it would be sheer relief to go down ആ സമയം നിങ്ങൾക്ക് തോന്നി എന്താണ് താഴെ പോകുന്നതായിരിക്കാം ബെറ്റർ നിങ്ങൾ ഫീൽ ചെയ്യും ചിലപ്പോൾ എന്താണ് താഴെ പോകുന്നതായിരിക്കാം ബെറ്റർ എന്ന് ഫീൽ ചെയ്യും ബട്ട് ഓൾമോസ്റ്റ് അറ്റ് വൺസ് യു സ്നാപ്പ് ഔട്ട് ഓഫ് ദാറ്റ് മൂഡ് പക്ഷെ ആ ഒരൊറ്റ സമയം നിങ്ങൾ ടയേർഡ് ആയിട്ടുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എക്സോസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റ് അങ്ങ് മാറിക്കഴിഞ്ഞാൽ തന്നെ യു വിൽ ഫീൽ ദാറ്റ് ദർ ഇസ് സംതിങ് ഇൻ യു ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു ഗിവ് അപ്പ് ദ സ്ട്രഗിൾ ആ മൊമെന്റ് അങ്ങ് മാറാതെ നിങ്ങൾ എന്ത് ചെയ്യും ഉടനെ യു ബിക്കം ഫ്രഷ് അപ്പ് യു കം ഫ്രഷ് അപ്പ് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ പറയും വേണ്ട എന്താണ് പോണ്ട താഴത്തേക്ക് പോണ്ട ഐ want to climb up lay up and top lay എനിക്ക് എന്ത് ചെയ്യണം I want to climb I want to summit the Everest lay അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ മൈൻഡ് it changes and you go on അങ്ങനെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ യാത്ര തുടരും your companion keeps out with you നിങ്ങളുടെ companion ഉണ്ടാകും he will be with you just another 50 feet or 100 കുറച്ച് 50 പിന്നെ 100 അടിയാകാം അങ്ങനെ എന്തുണ്ടാകും you ask yourself is there no end നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും ഇതിന് അവസാനമില്ലേ നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചോദിച്ചു പോകും ഇതിന് എന്തില്ലേ ഒരു അവസാനമൊന്നും ഇല്ലേ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു പോകും ചില ലൈവിൽ ചില കുട്ടികൾ ചോദിക്കാറുണ്ട് മിസ് ഇതിനൊരു അവസാനമൊന്നും ഇല്ലേ നിങ്ങൾ എപ്പോഴാണ് നിർത്തുന്നത് എന്ന് അതേപോലെ എന്ത് ചെയ്യും അഹ്ലുവാലി പറയാണ് ചോദിച്ചു പോകും എവറസ്റ്റേ ഇതിനെന്താണ് ഒരു അവസാനം ഒന്നും ഇല്ലേ എന്റെ പൊന്ന് എവറസ്റ്റേ എന്ന് ചോദിച്ചു പോകൂലേ now you look at your companion and he looks at you നമ്മൾ എന്ത് ചെയ്യും വളരെ നിഷ്കളങ്കമായി നിസ്സഹായനായി നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കമ്പാനിയനെ നോക്കും they look at us അവർ നമ്മളെയും തിരിച്ചു നോക്കും you draw inspiration from each other this is very important നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും ഇൻസ്പയർ ചെയ്യും നമ്മൾ നമ്മുടെ സുഹൃത്തിനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും and they get the same thing from us നമ്മളിൽ നിന്ന് അവർക്ക് തിരിച്ചും അത് കിട്ടണം and then without first being aware of it you are at the summit അങ്ങനെ നോക്കിയും ഇൻസ്പയർ ചെയ്തും ഹെൽപ്പ് ചെയ്തും ക്ലൈംബ് ചെയ്തും സ്ട്രഗിൾ ചെയ്തും ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്തും at last you are at the summit എന്താ പറയുന്നത് you are at the summit നിങ്ങൾ എവിടെയാണ് നിങ്ങൾ സമ്മിറ്റിലെത്തി you are at the top നിങ്ങൾ എവിടെ എത്തി എന്ന് പറയുന്നത് എവറസ്റ്റിന്റെ ടോപ്പിലെത്തി എന്ന് പറയുന്നത് looking round from the summit you tell yourself that it was worthwhile looking round from the summit ആ ഒരു എവറസ്റ്റിന്റെ ടോപ്പിൽ നിന്നിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് tell yourself that it was worthwhile എന്താണ് അടിപൊളിയാണ് worth ആണെന്നാണ് പറയുന്നത് അല്ലേ other silvery peaks appear through the cloud ഇതെന്താണ് വളരെ നിഷ്കളങ്കമായിട്ടുള്ള വളരെ ഭംഗിയുള്ള സിൽവറിലെ വെള്ളി നിറത്തിലുള്ള മേഘങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാകും if you are lucky the sun may be on them അതിന്റെ മേലെ എന്തുണ്ടാകും നല്ല ചെയിൻ കെട്ടിയതുപോലെ എന്തുണ്ടാകും സൂര്യന്റെ വെളിച്ചം ഇങ്ങനെ അടിക്കുന്നുണ്ടാകും the surrounding peaks look like a jewel necklace the surrounding എന്താണ് places it looks like എന്താണ് ഒരു ജ്വല്ലറി ഒരു ഗാർലൻഡ് കെട്ടിയതുപോലെ അല്ലേ മലകളും എന്താണ് കഴുത്തിൽ ഇങ്ങനെ ചെയിൻ കെട്ടിയതുപോലെ എന്തുണ്ടാകും വെളിച്ചം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാകും നോക്കൂ ഇവിടെ below you see vast valleys sloping into the distance it is an ennobling enriching experience to just look down from the summit of a mountain ഒരു മൗണ്ടന്റെ മേലിൽ നിന്ന് താഴോട്ട് നോക്കുന്നത് എന്താണ് ennobling എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നോക്കൂ a noble rank or title എന്തൊരു മഹത്തായ കാര്യം വലിയൊരു സംഭവം അടിപൊളി ഒരു റാങ്ക് കാര്യം നോക്കുന്നത് വലിയൊരു കാര്യം നോക്കുന്നത് പോലെയാണ് enriching experience to just look down from the summit of a mountain നമുക്കറിയാം നമ്മൾ പറയുമ്പോൾ ഹിൽ എന്താണ് ഹിൽസ് നമ്മൾ വയലടെ പോവാറുണ്ട് കക്കയം പോവാറുണ്ട്
വയനാട് ചുരത്തിന്റെ മേലെ കയറി നമ്മൾ നോക്കും, മൂന്നാർ പോയാലും നമ്മൾ താഴേക്ക് നോക്കും. പൊതുവെ ഏതൊരു ഹൈറ്റിന്റെ വലിയൊരു ഫ്ലാറ്റിന്റെ മേലെ പോയി നമ്മൾ താഴേക്ക് നോക്കാറുണ്ട്. സോ ഏതൊരു ഹൈറ്റിന്റെ മേലിൽ നിന്നും നമ്മൾ താഴേക്ക് നോക്കുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ? ആൻഡ് ദാറ്റ് എന്താണ്? ദാറ്റ് ഒബ്സർവേഷൻ, അത് ഭയങ്കര രസമുള്ള ഒരു എൻജോയ്മെന്റ് ആണ്. അതേപോലെ തന്നെ അഹ്ലുവാലി പറയുന്നത് എന്താണ്? ഇങ്ങനെ മൗണ്ട് എവറസ്റ്റിന്റെ അവിടെ നിന്ന് നോക്കുന്ന, അതിന്റെ മേലൊന്നും താഴേക്ക് നോക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ദാറ്റ് ഈസ് എന്താ അദ്ദേഹം പറയുന്നത്? ഇറ്റ് ഈസ് എൻറിച്ചിങ്, ഇറ്റ് ഈസ് എന്നോബ്ലിങ് അല്ലേ? Now you bow down and make your obeisance to whichever god you worship. So what is he saying here? അതെന്താ ഇവിടെ പറയുന്നത്? ആക്ച്വലി യു ബോ ഡൗൺ ആൻഡ് മേക്ക് യുവർ ഒബേസൻസ്. നോക്കൂ, യു ബോ ഡൗൺ ആൻഡ് മേക്ക് യുവർ ഒബേസൻസ് ടു വിച്ച് എവർ ഗോഡ് യു വർഷിപ്പ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വെൻ യു റീച്ച് അറ്റ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ, നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യും? ഓർത്ത് നമ്മൾ ബോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ തല കുനിക്കൂലേ സുജൂദയില്, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്ന് നന്ദി പറയുന്നതാണ് പറയുന്നത്. I felt on Everest, I left on Everest a picture of Guru Nanak. നമ്മുടെ അഹ്ലുവാലിയ, ഹീസ് എ സിക്ക് പേഴ്സൺ അല്ല, അദ്ദേഹം ഒരു സിഖുകാരനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഗുരു നാനാക്കിന്റെ ഒരു ഫോട്ടോ he kept there. റാവത്ത് left a picture of goddess Durga. റാവത്ത് എന്താണ് ചെയ്തത്? അദ്ദേഹം ദുർഗാ ദേവിയുടെ ഒരു എന്ത് ചെയ്തു? ഫോട്ടോ അവിടെ വെച്ചു. ഫുദോജി left a relic of Buddha. ഫുദോജി എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ബുദ്ധ മതവിശ്വാസിയാണ്. he left a pic of Buddha there. Now Edmund Hillary had buried a cross under a cane. എഡ്മണ്ട് ഹിലാരി എന്ത് ചെയ്തു? ഇതേപോലെ കൈൻ എന്ന് പറഞ്ഞാൽ ഒരു പാറക്കൂട്ടം, കല്ലുകൾക്കിടയിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ക്രോസ് ആണ് എന്ത് ചെയ്തത്? എഡ്മണ്ട് ഹില്ലാരി വെച്ച്. ഇപ്പൊ നമ്മൾ ചന്ദ്രനിൽ പോയപ്പോ അമേരിക്കക്കാര് കൊടി, നാസ അമേരിക്കന്റെ കൊടി വെച്ചില്ലേ? നമ്മളിപ്പോ എന്താണ് ഇന്ത്യന്റെ കൊടി വെക്കുക, ചന്ദ്രനിലൊക്കെ കൊടി വെക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതേപോലെ എന്താണ് ഇവിടെ ഒരു ഐഡന്റിറ്റിയിൽ എന്താണ്? നമ്മളും ഇവിടെ വന്നു, നമ്മളും ഇന്ത്യയും എന്താണ് പ്രൗഡ് ആക്കിയില്ലേ? ഇന്ത്യക്കാരെയും പ്രൗഡ് ആക്കി. ആൻഡ് വാട്ട് ഡിഡ് ഹി ഡു? അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഗുരു നാനാക്കിന്റെ ഫോട്ടോ അദ്ദേഹം അവിടെ വെക്കുന്നു. അടുത്തുള്ള ഒരു ബുദ്ധനെ വെക്കുന്നു, ശ്രീ ബുദ്ധനെ വെക്കുന്നു. അതേപോലെ ദുർഗാദേവി ഇസ്ലേ, ദുർഗാദേവിയെയും എന്ത് ചെയ്യാണ്? അവിടെ വെക്കുകയാണ്. നൗ ഇവിടെ ഒരു സെന്റൻസ് ഉണ്ട്, ദീസ് ആർ നോട്ട് സിമ്പിൾസ് ഓഫ് കോൺക്വസ്റ്റ്. പിടിച്ചെടുത്തതിന്റെ സിമ്പിൾസ് അല്ല. പിടിച്ചെടുത്തതിന്റെ സിമ്പിൾസ് അല്ല, റിവറൻസ് അല്ലെ? ആദരവ്. റിവറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദരവ്. പിടിച്ചെടുത്തതിന്റെ അല്ല, ആദരവിന്റെ എന്താണ്? സൂചകമാണ്, സിമ്പിൾസ് ആണ് എന്നാണ് ആര് പറയുന്നത്? അഹ്ലുവാലിയ പറയുന്നത്. ഇതാണ് ആ 4 പേര് ഇദ്ദേഹത്തിന്റെ ടീം. വിനോദ് റാവത്ത്, HPS അഹ്ലുവാലിയ, എഡ്മണ്ട് ഹിലാരി, നോക്കൂ ഫുദോർജി, ഇദ്ദേഹത്തിന്റെ ടീമല്ല ഇവിടെ പറഞ്ഞ ടീം. ഓക്കെ, സെറ്റ്. ഇവരുടെ ടീമാണ് എന്ത് ചെയ്തത്? ആദ്യം കയറിയത്. നോക്കൂ ഇവിടെ, the experience of having climbed to the summit changes you completely. Next, what is this telling us? അതെന്താ നമ്മൾ പറഞ്ഞത്? അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ക്ലൈംബിംഗ് മൗണ്ട് എവറസ്റ്റ്, ഈ ഒരു മൗണ്ട് എവറസ്റ്റ് നമ്മൾ അങ്ങ് കയറി കഴിഞ്ഞാൽ അദ്ദേഹം പറയാണ് ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇറ്റ് ചേഞ്ചസ് us. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യും? ഇറ്റ് ചേഞ്ചസ്. ഇത് നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. there is another summit. അദ്ദേഹം പറയാണ് one more summit. അദ്ദേഹം എന്താ മക്കളെ പറയുന്നത്? there is one more summit. അവിടെ ഒരു സമ്മിറ്റ് കൂടിയുണ്ട്. it is within yourself. അതെവിടെയാണ്? it is within yourself. നിങ്ങളുടെ ഉള്ളിലാണ് ആ സമ്മിറ്റ്. it is in your own mind. അതെവിടെയാണ്? നിങ്ങളുടെ ഓൺ മൈൻഡ്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലാണ്. Each man carries within himself his own mountain peak. ഓരോ ആൾക്കും എന്തുണ്ട്? അയാൾ പറയുന്നത് എന്താണ്? അഹ്ലുവാലി പറയാണ് നമ്മുടെ ഓരോരുത്തിന്റെ ഉള്ളിൽ നമുക്കൊരു മൗണ്ടെയിൻ പീക്ക് ഉണ്ട്, വലിയൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ ഒരു പീക്കിൽ ഏറ്റവും എന്തുണ്ട്? കുത്തനെയുള്ള ആ ഒരു എന്തുണ്ട്? ടോപ്പ് ഉണ്ട്, ആ ഒരു പോയിന്റ് അവിടെയുണ്ട്. He must climb it to reach to a fuller knowledge of himself. It is fearful and unscalable. അതേ പറയുന്നതാണ് we should know what is that peak. എന്താണ് നമ്മുടെ മനസ്സിലുള്ള മൗണ്ടെയിൻ? അതിന്റെ പീക്ക് എന്താണ്? without scaring, without fearful, പേടിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? we should know what is that and we should be able to summit that. നമ്മൾ നമ്മുടെ ആ ഒരു പീക്ക് പോയിന്റ് കീഴടക്കാൻ പഠിക്കണം എന്നാണ് ആര് പറയുന്നത്? അഹ്ലുവാലിയ പറയുന്നത്. it cannot be climbed by anyone else. മറ്റൊരാൾക്ക് നിങ്ങളുടെ മൗണ്ടെയിൻ എന്ത് ചെയ്യാൻ പറ്റില്ല? കയറി തരാൻ പറ്റൂല. you yourself had to do it. നിങ്ങൾ എന്ത് ചെയ്യണം? you yourself had to do it. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ അത് ചെയ്യണം. the physical act of climbing to the summit of a mountain outside is akin to the act of climbing the mountain with him. അപ്പോൾ ഒരു എവറസ്റ്റ് കയറുന്ന അതേപോലെ തന്നെ പുറത്തുള്ള മൗണ്ട് എവറസ്റ്റ് കയറുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള മൗണ്ട് എവറസ്റ്റും കയറുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. Now I'm sorry.
നോക്കൂടെ, the effects of both the climbs are the same. രണ്ട് എഫക്റ്റും എന്താണ്? സബ്മിറ്റിംഗ് എവറസ്റ്റും അതേപോലെ സബ്മിറ്റ് ഓഫ് മൈൻഡ് എന്താണ്? അദ്ദേഹം പറയുന്നത് എഫക്ട് ഇസ് സെയിം. രണ്ടിന്റെ എഫക്ട് എന്താണ്? സെയിം ആണെന്നാണ് പറയുന്നത്. whether the mountain you climb is physical or emotional and spiritual, the climb will definitely change you. അതേ പറയാണ് whether you climb it is physical എവറസ്റ്റ് ആവട്ടെ, അതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ എവറസ്റ്റ്, നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു എന്താ പറയുക ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയരമാണ് കീഴടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതെന്തെയും അത് നിങ്ങളെ പൂർണ്ണമായിട്ട് it will change you completely. നിങ്ങൾ അതെന്ത് ചെയ്യും? ആ ഒരു അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങളെ മാറ്റുന്ന അദ്ദേഹം പറയുന്നത്. it teaches you much about the world and about yourself. it teaches you much about yourself. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും surely it will teach you, നിങ്ങളെ പറ്റി എന്ത് ചെയ്യും? അത് പഠിപ്പിക്കും. അതേപോലെ തന്നെ it will teach much about the world, ലോകത്തെ കുറിച്ച് എന്ത് ചെയ്യും? നിങ്ങളെ പറ്റിക്കുന്നല്ല, നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ നിങ്ങളെ കുറിച്ചും നിങ്ങൾ ജീവിക്കുന്ന ലോകത്തെ കുറിച്ചും എന്താണ് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അത് പഠിപ്പിച്ചു തരും, മനസ്സിലാക്കി തരും. it will teach you more lessons. I venture to think that my experience as an Everester has provided me with the inspiration to face life's ordeals resolutely. Climbing the mountain was a worthwhile experience. The conquest of the internal summit is equally worthwhile. The internal summits are perhaps higher than Everest. So I venture to think that my experience as an Everester has provided me with the inspiration to face life's ordeals resolutely. അതേ പറയുന്നത് എന്താ? ഞാൻ ഒരു എവറസ്റ്റർ എന്നുള്ള നിലയ്ക്ക് വാട്ട് ഇറ്റ് ടോട്ട് മീ, എന്നെ അത് പഠിപ്പിച്ചത് എന്താണ്? ജീവിതത്തിൽ വരുന്ന പെയിൻഫുൾ ആയിട്ടുള്ള എന്താണ് ഓഡിയൽസ് എന്ന് പറയുന്ന പെയിൻഫുൾ എക്സ്പീരിയൻസസ്, അവ ചലഞ്ചസ്, ഓബ്സ്റ്റേക്കിൾസ്, പ്രശ്നങ്ങള്, കാര്യങ്ങള്, തടസ്സങ്ങള്, ബാരിയേഴ്സ്, ഓബ്സ്റ്റേക്കിൾസ്, പ്രോബ്ലംസ്, സ്ട്രഗിൾസ്, ഇതിനൊക്കെ എന്ത് ചെയ്യാനാണ്? ടു ഫേസ്, അല്ലെ? എന്ത് ചെയ്യാ? ഭംഗിയായിട്ട് ധൈര്യപൂർവ്വം വിൽ പവറോട് കൂടി എന്ത് ചെയ്യാ? ഇതിനൊക്കെ ഫേസ് ചെയ്യാനാണ് എന്നെ എന്ത് പഠിപ്പിച്ചത്? എവറസ്റ്റ് പഠിപ്പിച്ച് കയറിയപ്പോ എനിക്കുണ്ടായ അനുഭവം എന്നെ പഠിപ്പിച്ചത്. Climbing the mountain was a worthwhile experience. The conquest of this internal summit is equally worthwhile. അതേ വീണ്ടും നമ്മൾ റിമൈൻഡ് ചെയ്യാണ്, നമ്മുടെ എക്സ്റ്റേണൽ സമ്മിറ്റും അതേപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ സമ്മിറ്റും എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ, ഒരേപോലെ എന്താണ്? വർത്ത് ആണ്. Now the internal summits are perhaps higher than Everest. പക്ഷെ അദ്ദേഹം ഒന്നുകൂടി തിരുത്തി പറയാണ്, സംടൈംസ് അല്ലെങ്കിൽ എന്താണ് perhaps, ഒരു പക്ഷേ നമ്മുടെ ഇന്റേണൽ സമ്മിറ്റ് ആണ് കുറച്ചുകൂടി കുറച്ചുകൂടി അദ്ദേഹം പറഞ്ഞ എന്താണ് കാര്യമുള്ളത്, ഹയർ ദാൻ, അതിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്, അതിനാണ് കുറച്ചുകൂടി വലുപ്പം എന്നാണ് ആര് പറയുന്നത്? അഹ്ലുവാലി പറയുന്നത്. Is it clear? Okay. അപ്പൊ this is a chapter, അല്ലേ? What an interesting chapter, right? തീർച്ചയായിട്ടും അല്ലേ? Did you all like the chapter? Did you all like chapter? Yes. So hope it is clear to you all. എല്ലാവർക്കും നമ്മുടെ സബ്മിറ്റ് വിതിൻ എന്നുള്ള ഒരു പാഠം അടിപൊളിയായിട്ട് മനസ്സിലായെന്നാണ് മിസ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു എന്താണ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്, അല്ലേ? നമ്മുടെ ഈ ഒരു എവറസ്റ്റ് ക്ലൈംബിങ്ങും അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു ഹാർഡ്ഷിപ്സും അവരുടെ ആ ഒരു ഒബ്സ്റ്റേക്കിൾസ്, സഫറിങ്ങും, ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും, ഷെയറിങ്ങും, കെയറിങ്ങും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആ മേലെത്തുന്ന ഒരു വികാരം, അല്ലേ? ദാറ്റ് ഇമോഷൻ ആൻഡ് ഓൾ നമ്മൾ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി മിസ് വിചാരിക്കുകയാണ്. സോ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ഹിയർ. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വി സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു ഫോർ ബീങ് ഹിയർ. എല്ലാവരും ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നതാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ. യു വാച്ച് ദ ലൈൻ, യു വർ വിത്ത് മീ. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇതിൽ എന്ത് ചെയ്തുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.